ദേവരാജനിന്ദ്രൻ ജയിക്കട്ടെ, 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 ദേവരാജനിന്ദ്രൻ ജയിക്കട്ടെ. ദേവന്മാരെ, നമുക്ക് സ്വർഗത്തിന്റെ പുനഃപ്രാപ്തി ഭഗവാൻ ശിവശങ്കരന്റെയും ശ്രീഹരി വിഷ്ണുവിന്റെയും കൃപയാലാണ് സാധിച്ചത്. അതിനാൽ നാം അവർക്കാണ് ജയാരവം മുഴക്കേണ്ടത്. പറഞ്ഞാലും ഭഗവാൻ ശിവശങ്കരൻ ജയിക്കട്ടെ, ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിക്കട്ടെ, ഭഗവാൻ ശ്രീ പരമേശ്വരൻ ജയിച്ചാലും, ദേവി പാർവതി ജയിച്ചാലും, ഭഗവാൻ ശ്രീ പരമേശ്വരൻ ജയിച്ചാലും, ദേവി പാർവതി ജയിച്ചാലും, ഭഗവാൻ ശ്രീ പരമേശ്വരൻ ജയിച്ചാലും, ദേവി പാർവതി ജയിച്ചാലും. നിന്നെ ഞാൻ വെറുക്കുന്നു. അമ്മേ, അമ്മേ എന്ന് വിളിക്കരുത്. നീ എന്റെ പുത്രൻ എന്ന് പറയുവാൻ യോഗ്യനല്ല. നീ ദൈത്യജാതിക്ക് ലജ്ജ മാത്രമല്ല, കളങ്കവും ഉണ്ടാക്കി. ഞാനോ? ഞാൻ ദൈത്യജാതിക്ക് കളങ്കം വരുത്തിയെന്നോ? ആ, നീ തന്നെ. ദേവന്മാരും ദേവന്മാരുടെ സഹായി വിഷ്ണുവും കൂടി നിന്റെ ജ്യേഷ്ഠൻ ഹിരണ്യാക്ഷനെ പാതാളത്തിൽ നിന്നും നിന്നെ സ്വർഗലോകത്തിൽ നിന്നും നിഷ്കാസിതരാക്കി. നിനക്കൊന്നും ചെയ്യാനായില്ല. ആ നീചനും കപടനുമായ വിഷ്ണു നിന്റെ ഭ്രാതാവിനെ സംഹരിച്ചു. എന്നിട്ടും നീ ഒന്നും ചെയ്തില്ല. ഇത് എന്തൊരു അപമാനമാണ്. ദൈത്യവംശത്തിൽ ജനിച്ചിട്ട് പോലും സ്വന്തം സഹോദരന്റെ വധത്തിന് പ്രതികാരം വീട്ടാനായില്ല. നീ എല്ലാം നിശബ്ദം സഹിച്ചു എന്നോ? ഇല്ലമ്മേ, ഇല്ല. ഞാൻ എല്ലാം തന്നെ സഹിക്കുകയായിരുന്നില്ല. എന്റെ അന്തരംഗം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരാജയത്തിന്റെ അപമാനം മൂലം ഞാൻ വിറകൊള്ളുകയാണമ്മേ. എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനിനി എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഈ ദേവന്മാരോട് പ്രതികാരം ചോദിക്കാൻ കഴിയുക? അമ്മേ, അങ്ങ് തന്നെ എനിക്കൊരു മാർഗം കാണിച്ചു തന്നാലും. ഞാൻ പറയണോ മാർഗം? എങ്കിൽ കേട്ടുകൊള്ളുക. അസുരന്മാരെ സംഘടിപ്പിക്കണം, സ്വന്തം ശക്തി വളർത്തണം, ഭൂമിയിൽ വീണ്ടും ദൈത്യരുടെ ഏകഛത്രാധിപത്യം സ്ഥാപിക്കണം, പിന്നീട് സ്വർഗത്തെയും ആക്രമിക്കണം. ഇന്ദ്രന്റെ സിംഹാസനം പിടിച്ചെടുത്ത് സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കണം. എനിക്കറിയാം, എന്റെ പുത്രനായത് കാരണം നിന്റെ ഉള്ളിൽ അപരിമേയമായ ശക്തി മറഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ എപ്പോൾ നീ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്നുവോ അവർക്ക് നിന്നെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കില്ല. മഹാബലി ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, മഹാബലി ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ. ദൈത്യരാജൻ ജയിക്കട്ടെ. ജയിച്ചാലും മാതാവേ, കേട്ടാലും ദൈത്യരാജൻ ഹിരണ്യകശിപു കേട്ടാലും, പർവ്വതങ്ങളിലും ഭൂമിയിലും പാതാളത്തിലും ഒളിച്ചിരുന്ന അസുര സേനാനികൾ അങ്ങയെ സഹായിക്കാനും സേവിക്കാനും അങ്ങയുടെ രാജ്യത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു. അതിനാൽ അങ്ങ് വീണ്ടും ഭൂമിയിൽ ദൈത്യ സാമ്രാജ്യം സ്ഥാപിക്കണം. ദൈത്യരാജ, അങ്ങയുടെ സാമ്രാജ്യം സ്ഥാപിക്കണം. സേനാവ് ദുന്ദുഭിനാഥ, നാം താങ്കളിൽ പ്രസന്നനാണ്. താങ്കൾ ഒളിച്ചിരുന്ന അസുരന്മാരെ ഒരുമിച്ച് ചേർത്തു. നാം ഒത്തുചേർന്ന് വേഗം തന്നെ പൃഥ്വിയിൽ ദൈത്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതായിരിക്കും. ശത്രുവിനോട് നമ്മുടെ പരാജയത്തിന് പ്രതികാരവും ഞാൻ ചോദിക്കും. വരൂ, ദൈത്യരാജൻ ഹിരണ്യകശിപുവിന് തിലകം ചേർത്തു. എന്നെ ആശീർവദിച്ചാലും അമ്മേ, ഞാൻ പൃഥ്വിയിൽ വിജയം നേടി അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കട്ടെ. നിന്റെ മാതാവിന്റെ ആശീർവാദം നിനക്ക് സദാ ശക്തിയേകും. ഭൂമിയിൽ വിജയം നേടി ഉടൻ തിരിച്ചെത്തുക. മാതാവിന്റെ മനോകാമന പൂർത്തീകരിക്കണം മകനെ. പ്രണാമം മാതാവേ. ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ. ശ്രീമന്നാരായണ നാരായണ നാരായണ. ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ, ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ.
ഓം ലക്ഷ്മി നാരായണായ നമോ നമഃ. ഓം ലക്ഷ്മി നാരായണായ നമോ നമഃ. ഹേ വൈകുണ്ഠനാഥ, ഹേ ലക്ഷ്മിപതി, അങ്ങയുടെ കൃപ മൂലം ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ പുനഃപ്രാപ്തിയുണ്ടായി. അങ്ങ് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് കേവലം പൃഥ്വിയെ ഉദ്ധരിക്കുക മാത്രമല്ല ചെയ്തത്, അങ്ങ് ദാനവന്മാരെയും ദേവന്മാരെയും മാനവരെയും ഭയവിമുക്തരാക്കി. ആ ദൈത്യന്മാർ ഒരിക്കലും ദേവന്മാരുമായി യുദ്ധം ചെയ്യുന്ന കാര്യം ചിന്തിക്കുകയില്ല. നാരായണ നാരായണ. ദേവരാജ, കടുത്ത സത്യം പറയാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു. ആ കടുത്ത സത്യം ഇതാണ്: ഭയമുക്തനാകുക എന്നത് താങ്കളുടെ ഭാഗ്യരേഖയിൽ എഴുതിയിട്ടില്ല. ദേവർഷി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യം എന്താണോ അതുതന്നെ പറയുന്നു. ശേഷിക്കുന്ന സത്യം ഇതാണ്: ദൈത്യൻ ഹിരണ്യകശിപു തന്റെ ഭ്രാതാവ് ഹിരണ്യാക്ഷന്റെ വധത്തിന് പ്രതികാരം വീട്ടാനായി അസുരസേനയുമൊത്ത് പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്വയം ദർശിച്ചു വന്നിരിക്കുകയാണ്. ശ്രീഹരി, ഇനി എന്തുണ്ടാകും? വിധാതാവ് വിധിക്കുന്നതെന്തോ അത് നടക്കും. സൃഷ്ടികർത്താവ് ബ്രഹ്മദേവൻ ദേവദാനവർ തമ്മിലുള്ള സംഘർഷം എന്നേക്കുമായി വിധിയുടെ വിധാനത്തിൽ ചേർത്തിരിക്കുന്നു. അതിനാൽ നിങ്ങളെല്ലാം സദാ ദൈത്യരുമായുള്ള സംഘർഷത്തിന് ഒരുങ്ങിയിരിക്കേണ്ടതാണ്. പ്രഭു, അവിടുത്തെ കൃപാപാത്രങ്ങളായിട്ട് കൂടി ഞങ്ങൾ ഈ കഷ്ടവും ദുരിതവും സഹിക്കണമോ? ദേവരാജ, വിധിയുടെ നിയോഗത്തെ മറികടക്കുക പരിധിക്കപ്പുറമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കും. ദൈത്യശക്തി അതിന്റെ ചരമസീമയിലെത്തുമ്പോൾ ദേവരക്ഷ്യം ധർമ്മരക്ഷ്യം നിർവഹിക്കുക എന്ന കർത്തവ്യം ഞാൻ തീർച്ചയായും പൂർത്തീകരിക്കും. പ്രഭു, ദൈത്യശക്തി ചരമസീമയിൽ എത്തുന്നതുവരെ ഞങ്ങൾ എന്തു ചെയ്യും? ധൈര്യപൂർവ്വം സംഘർഷങ്ങളെ നേരിടുക തന്നെ വേണം. അതുമാത്രമാണ് ഉപായം ദേവരാജ. പക്ഷെ ഒരു സത്യം ഓർമ്മിക്കണം: താങ്കൾ ധർമ്മവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യരുത്. താങ്കൾ അങ്ങനെ ചെയ്താൽ താങ്കളുടെ പക്ഷം ദുർബലമായി തീരും. താങ്കളുടെ പക്ഷം ദുർബലമായി തീർന്നാൽ നമുക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന സഹായം ചെയ്യുവാനാകില്ല. എന്താ നാരദ, താങ്കൾ എന്തു പറയുന്നു? നാരായണ നാരായണ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറയാൻ എന്താണ് ശേഷിക്കുന്നത് ഭഗവാൻ ശ്രീഹരി? എങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നു ദേവരാജ. താങ്കൾ ഭീരുത്വം, കാപട്യം, ക്രൂരത ഇവയിൽ നിന്ന് സദാ ദൂരെ നിൽക്കണം. എന്നാൽ താങ്കൾക്ക് മംഗളം തന്നെയാകും മംഗളം. ഒപ്പം ഭഗവാൻ ശ്രീഹരി വിഷ്ണു താങ്കളെ സമുചിതമായി സഹായിക്കുകയും ചെയ്യും. ശ്രീഹരി വിഷ്ണുവും താങ്കളും നൽകിയ ഉപദേശങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഓർത്തുകൊള്ളാം ദേവർഷി. വിട നൽകിയാലും. ശ്രീഹരി, ഭഗവാൻ ശിവൻ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഈ രണ്ട് ഭ്രാതാക്കളും അവിടുത്തെ അടുത്ത രണ്ട് അവതാരങ്ങൾക്ക് കാരണമാകുമെന്ന്. ഈ രണ്ട് അവതാരങ്ങളിൽ വരാഹാവതാരം അവിടുന്ന് സ്വീകരിച്ചു കഴിഞ്ഞുവല്ലോ. പക്ഷേ അടുത്ത അവതാരം എപ്പോഴാണ്? നാരദ, താങ്കൾ സർവരോടും ക്ഷമ ആവശ്യമാണ് എന്ന് ഉപദേശിക്കുന്നു. പക്ഷേ സ്വയം അക്ഷമനാകുന്നുവോ? ക്ഷമിക്കൂ നാരദ, ആ സമയം ദൂരെയാണ്.
tum ta na 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 tum ta na 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 tum ta na 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 tum ta na 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 tum